ഹായ് അന്ദീപ. ഞാൻ കുറേ നേരമായിട്ട് ഈ റൂമിൽ വന്നിരിക്കുകയാണ്. ഈ ആഴ്ച വീഡിയോസ് ഒന്നും ചെയ്യേണ്ടെന്നാണ് കരുതിയിരുന്നത്. കാരണം കംപ്ലീറ്റ്ലി തലയ്ക്കകത്തുനിന്ന് കിളി പറന്ന് പോകുക എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. സോ വീഡിയോ ഒന്നും ചെയ്യണ്ട, നമ്മുടെ നോർമൽ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ വീക്കെൻഡ് വേറെ പരിപാടികളൊന്നുമില്ല. കുറച്ച് മീൽ പ്രിപ്പ് ചെയ്യണം, പിന്നെ റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് അതാണ് വേണ്ടത്. പിന്നുള്ളത് അന്നയുടെ ഗൗൺ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച വെട്ടി വെച്ചു, പിന്നെ എനിക്ക് തയ്ക്കാനായിട്ട് പറ്റിയില്ല. സോ അതിന്ന് ഫിനിഷ് ചെയ്യണം, കാരണം അടുത്ത ആഴ്ച അവളുടെ ബർത്ത്ഡേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് രാവിലെ തൊട്ട് ഞാൻ ഇരിക്കുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും, എന്തോ എനിക്ക് തയ്ക്കാൻ പറ്റുന്നില്ല, ഞാൻ അതുപോലെ ഇറങ്ങിപ്പോവും. അങ്ങനെ വന്നും പോയിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് പറഞ്ഞിട്ടൊരു വീഡിയോ അങ്ങോട്ട് ചെയ്യാം. അതായത് ഞാൻ സാധാരണ യൂട്യൂബിൽ അങ്ങോട്ട് കുറേ കാര്യങ്ങൾ പറയാറുണ്ടെങ്കിലും എനിക്ക് എപ്പോഴും ഹെൽപ്ഫുൾ ആവുന്നത് ഞാൻ എൻ്റെ ഒരു സ്ട്രഗിൾസ് ഞാൻ യൂട്യൂബിലൂടെ പറയുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ പോലെ തന്നെയുള്ള ആൾക്കാരാണല്ലോ, അല്ലെ എൻ്റെ ഏജിലുള്ള ആൾക്കാരാണല്ലോ കൂടുതൽ എൻ്റെ വീഡിയോസ് കാണുന്നത്. അപ്പം അവരിൽ നിന്നൊരു ഇൻപുട്ട് എനിക്ക് കിട്ടാറുണ്ട്. ഒന്നെങ്കിൽ കമൻ്റ് ആയിട്ടോ, അല്ലെങ്കിൽ കുറച്ച് അധികം പരിചയമുള്ള ആൾക്കാർ ഇൻസ്റ്റ വഴിയായിട്ടോ, അല്ലാതെ വാട്സപ്പിലൊക്കെ പണ്ടോട്ടേ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ചെറിയ ഇൻപുട്ട് കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ അപ്പുറത്തെ വീട്ടിലും കറണ്ട് ഇല്ല, അപ്പോൾ പിന്നെ നമ്മൾ സമാധാനിക്കുക. അങ്ങനെ ഒരു സമാധാനം കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ യൂട്യൂബ്. കാരണം ഞാനിപ്പോൾ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്, പണ്ടോട്ടും വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ആൾക്കാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. ഇന്നിപ്പം ഇവിടെ അസോസിയേഷൻ്റെ ഓണം മറ്റേ ബണ്ണേടി മത്സരമൊക്കെ ഉണ്ടല്ലോ, അതവിടെ നടക്കും. അപ്പം ഞാൻ അന്നനെ അവിടെ കൊണ്ടുവിട്ടിട്ട് അവരെന്നെ വിളിച്ചിട്ടാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല. ലൈക്ക് ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ഒതുങ്ങി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് രാവിലെ എന്നാൽ ഫ്രണ്ടിൻ്റെ കൂടെ കുറേ നാളായി നമ്മൾ ഇപ്പോൾ ജോലിയൊക്കെ ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ തോന്നിയ അപ്പം നമ്മൾ രണ്ടും കൂടെ ഇറങ്ങി ലുലു MOT ഒക്കെ ഇറങ്ങി ഒരു ജ്യൂസൊക്കെ കുടിച്ചേച്ച് വരുന്നതാണ്. അപ്പം ഇന്ന് ഞാൻ പുള്ളിക്കാരിനെ വിളിച്ചു, പുള്ളിക്കാരിയുടെ മക്കളെ സ്കൂളിൻ്റെ കാര്യമായിട്ട് ബിസിയാണ്, അപ്പം ഇന്ന് നടക്കൂല. അപ്പം പിന്നെ ക്ലൂലെസ് ആണ് എന്ത് ചെയ്യണം എന്നൊരവസ്ഥയിൽ. അപ്പം അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാനിപ്പം ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ഭയങ്കര വലിയ പ്രശ്നങ്ങളൊന്നുമല്ല, ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻപുട്ട് കിട്ടുമോ, പിന്നെ അല്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇൻപുട്ട് കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ആള് ഒരു സൗണ്ടിങ് ബോർഡ് പോലൊക്കെ വിചാരിച്ചാൽ മതി. ഇത് അല്ലാതെ ഇതിനകത്ത് വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 2-3 മാസമായിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ആണ് എൻ്റെ ഒരു മൂഡിന് വരുന്നത്. അതിപ്പോൾ എനിക്ക് പരിചയമുള്ള 1-2 പേര് സംസാരിച്ചപ്പോൾ അവർക്കും ഇതേ ഒരു ഫീലാണോ ഉള്ളതെന്നാണ് പറഞ്ഞത്. അതായത് അങ്ങനെ ഇരിക്കുമ്പം വർത്ത്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുക, മനസ്സിലായില്ലേ? പിന്നെ അങ്ങനെ ഇരിക്കുമ്പം കരച്ചിൽ വരിക, എന്നാൽ അത് ത്രൂ ഔട്ട് നിൽക്കുന്നുണ്ടോ ഇല്ല. പിന്നെ നമ്മൾ നമ്മുടെ ലൈഫേ ചുമ്മാ ആയി പോയി എന്നൊക്കെ തോന്നുക. ഇപ്പം തോന്നില്ല, പ്രസന്റ് മൊമെന്റിൽ തോന്നുന്നില്ല. ഇപ്പം ഭയങ്കര കംപ്ലീറ്റ് കോൺഫിഡൻറ്റ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ എവിടെയോ മിസ്സിങ് ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ചില സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എൻ്റെ ജീവിതം പോയി, ഞാൻ ഇനി അങ്ങ് ചത്താൽ മതി, ഇനി ചാകാൻ എനിക്ക് പേടിയാണ്, അത് വേറെ കാര്യം. ബട്ട് അങ്ങനെ ഒരു ഫീലിങ്ങിൽ ഒരു ഭയങ്കര ഡിഫറൻസ്. അപ്പം എനിക്ക് തന്നെ എന്നെ വട്ടായോ എന്നൊരവസ്ഥയാണ് കേട്ടോ. ഞാൻ ഇതിനിടയ്ക്ക് കുറച്ച് സെഷൻസിനൊക്കെ പോയായിരുന്നു, പക്ഷെ അവിടെയും എനിക്ക് അതൊരു ഉത്തരവൊന്നും എനിക്കങ്ങോട്ട് കിട്ടുന്നില്ല. കണ്ടിന്യൂ ചെയ്യുവാണ്. ബട്ട് ഞാൻ എൻ്റെ സിമിലർ ഏജ് ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവർക്കും ഇതേ ഫീലിംഗ് തന്നെയാണ്. അതായത് ചില സമയത്ത് ഭയങ്കര ദേഷ്യം, ചില സമയത്ത് നമുക്ക് ഹസ്ബൻഡിനെ കാണുമ്പോൾ ചൊറിഞ്ഞു വരിക, എന്നാൽ പിന്നെ ഇവരുമായിട്ട് നമുക്ക് ഡിവോഴ്സ് ചെയ്യാം, ആ ഒരു ലെവൽ. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ 1-2 ക്ലോസ് ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ അവർക്കും അത് തന്നെയാണ് ഫീലിംഗ്. അതായത് അതുപോലെ കംപ്ലീറ്റ് ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തന്നെ നമ്മളെ മനസ്സിലാവുന്നില്ല. ഇത്രയും നാളായിരുന്ന ഞാനല്ലല്ലോ, ഞാനിപ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നെങ്കിലും അങ്ങനല്ല. ചില സമയത്ത് നമുക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ കൈവിട്ട് പോകുന്ന പോലെയാണ്. പിള്ളേരുടെ അടുത്തൊക്കെ ഭയങ്കര ദേഷ്യം, പിന്നെ ചെറിയ കാര്യം പോലും നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ദേഷ്യം, പിന്നെ വായി തോന്നി വിളിച്ച് പറയുക, എന്തൊക്കെയോ. പിന്നെ ചില സമയത്ത് കംപ്ലീറ്റ്ലി എനർജി അങ്ങ് പോയി ഭയങ്കര ഡ്രെയിൻഡ് ആയിട്ടിരിക്കുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ അത് ഒരു സൈഡ്, അതിനിപ്പോൾ ഒന്നും ചെയ്യാനില്ല. മൈൻഡ്ഫുൾ ബ്രീത്തിങ്, പിന്നെ ബോഡി മൂവ്മെന്റ്, ഇതൊക്കെയാണ് ഇതിനകത്ത് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പുറത്ത് ഔട്ടിങ് പോവുക, എന്തെങ്കിലും വേറെ കാര്യത്തിൽ ഡിസ്ട്രാക്ഷൻസ് കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്തോ എനിക്ക് അതിലോട്ടൊന്നും ഇറങ്ങാനായിട്ട് പറ്റിയിട്ടില്ല. കംപ്ലീറ്റ്ലി ഞാൻ കുറേ കാര്യങ്ങളിൽ പാക്ഡ് ആയതുകൊണ്ട് എനിക്കിത് പറ്റുന്നില്ല. അതോടെ നിൽക്കട്ടെ. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരട്ടെ, ഇനി എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ജിമ്മിൽ പോയിട്ട് ജോയിൻ ചെയ്ത്. അത് എനിക്ക് ഈ കുറേ നേരം ഇരുന്നിട്ട് നമുക്ക് ബോഡിയൊക്കെ സ്റ്റിഫ് ആവാൻ തുടങ്ങിയതിൻ്റെ അതിൽ നിന്നൊരു
വ്യത്യാസത്തിന് ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനൊക്കെ എടുത്തിട്ടാണ് ഞാനെന്നാൽ ശരി ജിമ്മിൽ പോയേക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ പോയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു 1 വർഷം മുന്നേ ജിമ്മിൽ പോകാനായിട്ട് തീരുമാനിച്ചതായിരുന്നു. ഡ്രസ്സൊക്കെ വാങ്ങിച്ചു, കുറച്ച് പൈസ അന്ന് ഞാൻ മുടക്കിയായിരുന്നു 1 വർഷം മുന്നേ. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പോകണമെന്നാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഞാൻ പോയിട്ട് ജിമ്മിൽ പോയി. ഇവിടെ അടുത്ത് ബിജു പോകുന്ന ജിമ്മിൽ തന്നെയാണ്. ജിമ്മിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ അവിടെ പോയിട്ട് അന്വേഷിച്ചു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ട്രെയിനേഴ്സിനോട് ഞാനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പം എനിക്ക് ഫൈബ്രോമയാൽജിയ ഉണ്ട്. അയ്യോ ഒരു മിനിറ്റ്, ഒരു ഫോൺ അത്യാവശ്യമാണ്, സോറി, ഒരു കോള് അത്യാവശ്യമായിരുന്നു, അതുകൊണ്ട് എടുക്കാൻ പോയി. അപ്പം ഞാൻ ജിമ്മിൽ പോയി. ട്രെയിനേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ ഫൈബ്രോമയാൽജിയ ഉണ്ട്, എനിക്ക് ഡിസ്ക് ബൾജ് ഉണ്ട്, പിന്നെ പ്രൊലാപ്സ്, അതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി. പ്രൊലാപ്സ് ഉണ്ട്. അപ്പം അത് വേഴ്സ് ആവാതെ എനിക്ക് കാര്യങ്ങൾ നടക്കുമോ, അപ്പം എന്താണ് എൻ്റെ ഉദ്ദേശം ചോദിച്ചു. അപ്പം ഞാൻ അന്ന് പറഞ്ഞു എനിക്ക് വണ്ണം കുറയാന്നുള്ളതല്ല, എനിക്ക് സ്ട്രെങ്ത്, അതാണ് എനിക്ക് വേണ്ടത്. സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് വേണ്ടത്, മസിൽ ബിൽഡ് ചെയ്യണം, ഫ്ലെക്സിബിലിറ്റി. കാരണം ഫൈബ്രോമയാൽജിയയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ആ ബോഡി ഒന്ന് ഫ്ലെക്സിബിളായി കിട്ടണം, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ലൂസൺ ആവണം. അപ്പോൾ അവർ ഓക്കെ, അവർക്ക് പക്ഷേ ഫൈബ്രോമയാൽജിയ എന്ന് പറഞ്ഞാൽ അവർ കേട്ടിട്ടേ ഇല്ല. പ്രൊലാപ്സ് ഓക്കെ മേ ബി അവർക്ക് മനസ്സിലായി കാണുമായിരിക്കും. പക്ഷേ എന്തോ അവരുടെ മുഖത്തുനിന്ന് എനിക്ക് അത് ഒട്ടും ധൈര്യം എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ ഫ്രണ്ടിനോട് പറഞ്ഞില്ല നമുക്ക് പോകണ്ട, എനിക്ക് തോന്നുന്നില്ല, ഞാൻ വരില്ല, നീ വേണേ പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അവളും പോയില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ആഴ്ചയാണ് പോകാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിജുവിൻ്റെ കൂടെ പോകാം. കാരണം ബിജു പോകുന്നത് ഒരു 9:30 10:30 ആ ടൈമിലാണ് ബിജു പോകുന്നത്. ആ ടൈം എനിക്ക് ഒട്ടും ഓക്കെ അല്ല. ബട്ട് സ്റ്റിൽ എനിക്ക് ജിമ്മിൽ പോകാനൊരു ഭയങ്കര മടി. അവിടുത്തെ പരിപാടികളൊക്കെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് പോയേ പറ്റൂ, അത് ശരിയാകത്തില്ല, അല്ലെങ്കിൽ ഞാനായിട്ടിവിടെ ഒന്നും ചെയ്യുന്നില്ല, എൻ്റെ എക്സസൈസും റൂട്ടീനും ഒക്കെ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ബിജുവിൻ്റെ ഒരു സപ്പോർട്ട് കാണും എന്ന് വിചാരിച്ചാണ് ഞാൻ ബിജുവിനെയും കൂട്ടിപ്പോയത്. ബിജു ഓൾറെഡി അവിടെ മെമ്പർ ആണ്. അപ്പോൾ ഞാനിങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് ഈ തിങ്കളാഴ്ച ചെന്ന് ഞാൻ പേയ്മെൻ്റൊക്കെ നടത്തി. പിന്നെ ചെന്ന ആദ്യത്തെ ദിവസം തന്നെ ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ സ്റ്റിൽ അവർക്കത് മനസ്സിലായോന്ന് എനിക്കറിയത്തില്ല, എനിക്കെന്തോ വിശ്വാസം വന്നില്ല. അപ്പോൾ അവർ ആസ് യൂഷ്വൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ഫസ്റ്റ് തന്നെ വാമപ്പ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ പ്രൊലാപ്സിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ജമ്പിങ് ജാക്സ് ചെയ്യേണ്ട, സ്റ്റാൻഡിങ് ജാക്സ് മതി, അത് ചെയ്തു. നെക്സ്റ്റ് വാസ് ലൈക്ക് എന്താണ് നീ എൽബോ ട്വിസ്റ്റോ, എൽബോ നീ ട്വിസ്റ്റ്, അത് പിന്നെന്തുവാ ഹൈ നീസ്, പിന്നെ ഒരു ഇഞ്ച് വാം എന്ന് പറഞ്ഞൊരു സംഭവം, അതിൽ ഞാൻ ചത്ത്. അപ്പം ആദ്യത്തെ ദിവസം അത്ര ചെയ്യിപ്പിച്ചുള്ളൂ. അപ്പം തന്നെ ഞാൻ തിരിച്ച് വന്ന് ഞാൻ ഏതാണ്ട് ചത്ത് കുത്തിയാണ് ഇരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒന്നും എനിക്ക് ടൈമിങ് സെറ്റ് ആവുന്നില്ലായിരുന്നേ. എൻ്റെ ടൈമിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എക്സസൈസിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണിക്ക് മുമ്പ് തീരണം. അപ്പം ഞാൻ സാധാരണ രാവിലെ എണീറ്റ് ഒരു 6 മണി അല്ലെങ്കിൽ 5:45 5:30 ആകുമ്പോഴത്തേക്ക് എണീറ്റാണ് പണ്ട് ഞാൻ നടക്കാൻ പോയിക്കൊണ്ടിരുന്നതും എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നതും ഒക്കെ ആ ടൈമിലാണ്. ആ ടൈം വിട്ടിട്ട് എനിക്ക് ഈ ഒരു ചൂടുള്ള സമയത്ത് പോവുക, അവിടെ AC ജിമ്മാണ് എങ്കിൽ പോലും ചൂടുള്ള സമയത്ത് യാത്ര ചെയ്ത് അവിടം വരെ പോയി ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. സ്റ്റിൽ ബിജുവിൻ്റെ സപ്പോർട്ട് കാണുമെന്ന് പറഞ്ഞാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കും ബിജു ഓൾറെഡി ബോഡി ബിൽഡിങ്ങിൻ്റെ ഒക്കെ ആളാണ്, അതിൻ്റെ പരിപാടികളൊക്കെ അറിയാവുന്ന ആളാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ചെന്നെങ്കിലും ബിജു അവിടെ കംപ്ലീറ്റ്ലി ട്രെയിനർ പറയും ചെയ്തോളൂ, എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. അപ്പം നമ്മൾ യെസ് ട്രെയിനർ പറയട്ടെ, പറയുന്നത് ചെയ്യാൻ ഞാൻ റെഡിയാണ്. പക്ഷെ എനിക്ക് എന്തോ അവിടുത്തെ എൻവയോൺമെൻറ്റ് എനിക്ക് അങ്ങോട്ട്, അവിടെ 1-2 ലേഡീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഞാനും ബിജുവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ടൈമിൽ, പിന്നെ ഒരു ട്രെയിനറും ഉണ്ട്. എനിക്ക് അങ്ങോട്ടൊരു ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ഭയങ്കര ഓക്വേർഡ്നെസ് ആണ്. അപ്പം ഞാനിങ്ങനെ പലരോടും ചോദിച്ചപ്പോൾ എല്ലാവർക്കും അത് തുടക്കത്തിൽ അങ്ങനെ ഒരു ഓക്വേർഡ്നെസ് തോന്നാറുണ്ട്. പക്ഷെ എനിക്കത് പറ്റുന്നില്ല. അപ്പം ഞാൻ ആകെപ്പാടെ എനിക്ക് എൻ്റെ ബോഡിയെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആ കണ്ണാടി നോക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ സകലമാന കോൺഫിഡൻസും പോവാണ്. കാരണം ഞാൻ ഓൾറെഡി ഇവിടെ അത്യാവശ്യം ഈ ഡംബൽ വെച്ചിട്ടുള്ള കുറേ വർക്കൗട്ട്സ് ഇവിടെ ചെയ്യുന്നതാണ്. കാരണം എൻ്റെ ഷോൾഡറിനും നെക്കിന് വേണ്ടിയിട്ട് മറ്റേ ഷോൾഡർ പ്രസ്സും ലാറ്ററൽ റേസും ഒക്കെ ചെയ്യുന്നതാണ്. അത്യാവശ്യം വേണ്ടുന്ന എക്സസൈസ് യൂട്യൂബൊക്കെ നോക്കി പഠിച്ചാണ് കേട്ടോ. പിന്നെ കുറേയൊക്കെ ബിജുവിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടൊക്കെ ഞാനിവിടെ ഫ്ലോർ എക്സസൈസും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കംപ്ലീറ്റ് കോൺഫിഡൻസും നഷ്ടപ്പെട്ടു. ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നുണ്ടപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല, അങ്ങനെ ഒരു ഫീലിംഗ് ആയി. പിന്നെ പിന്നെ കണ്ണാടിയിൽ പ്രത്യേകിച്ച് എന്നെ കാണുമ്പോൾ എന്തൊരു കോലം ഇത്, അങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് അങ്ങ് ഭയങ്കര സങ്കടമൊക്കെ വന്നിട്ട് ആദ്യത്തെ ദിവസം കുഴപ്പമില്ല,
തിരിച്ചു പോന്നു. രണ്ടാമത്തെ ദിവസം എങ്ങനെയോ ഞാൻ പോയി. രണ്ടാമത്തെ ദിവസം വേറൊരു എക്സസൈസും കൂടെ പറഞ്ഞു. അപ്പം ഞാൻ ഈ ഇഞ്ച് വാം ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ചെയ്തത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ ഇങ്ങനെയാണ് എക്സസൈസ്. അതായത് ആദ്യമേ നമ്മൾ ചത്തു കുത്തിയാണ് ചെയ്യേണ്ടത്. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേശ്ശെ ആയിട്ട് ഇവിടെ ചെയ്യാറുള്ളൂ. അപ്പം ആദ്യമേ ചത്തുകുത്തി ചെയ്യണം എന്നൊക്കെ ഉള്ളത് ആദ്യത്തെ ദിവസത്തിൽ ഒരു ഐഡിയ കിട്ടി. രണ്ടാമത്തെ ദിവസം വേറൊരു ഈ നീ ഇങ്ങനെ വെച്ചിട്ടൊരു മൗണ്ടൻ ക്ലൈംബിംഗ് പോലത്തെ ഒരു സംഭവം ചെയ്തു. അത് ചെയ്തപ്പോൾ എൻ്റെ ഇവിടെ കയറി പിടിച്ചിട്ട് പിന്നെ എനിക്ക് 2 ദിവസം 3 ദിവസം ഇന്നലെ വരെ എനിക്ക് ആ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് കയറി പിടിച്ചിട്ട് എവിടെ ബിജു എത്രയൊക്കെ തിരുമ്മിട്ട് അത് ശരിയാവുന്നില്ല, നീരും വെച്ചു. അപ്പോൾ അത് 2ാം ദിവസം. പിറ്റേ ദിവസം ആയപ്പം ഈ വേദനയുടെ ആണോ മൊത്തത്തിലുള്ള ഓക്വേർഡ്നെസ് ആണോ ഒട്ടും കംഫർട്ടബിളും അല്ല. നമുക്ക് എന്തെങ്കിലും കാര്യം ശരി നമുക്ക് പാടാണ് ചെയ്യാനെങ്കിലും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും ചെയ്യും. എനിക്കങ്ങ് 3ാമത്തെ ദിവസം ഞാൻ ജിമ്മിൻ്റെ വാതുക്ക വരെ ചെന്നിട്ട് എനിക്കങ്ങ് സങ്കടം സഹിക്കാൻ വയ്യ. ഞാനിങ്ങനെ ഇറങ്ങിന്ന് പോന്നു. എന്നിട്ട് ഞാൻ ബിജുനോട് പറഞ്ഞു, ഇനി ഞാൻ വരത്തില്ല. എനിക്ക് എന്താ റീസൺ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എനിക്ക് കംഫർട്ടബിൾ അല്ല, എനിക്ക് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഇഷ്ടമാണ് ഇതെല്ലാം ചെയ്യാൻ, പക്ഷെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇത് 2 ദിവസം കൊണ്ട് ജിമ്മിൻ്റെ പരിപാടി അങ്ങ് അവസാനിപ്പിച്ചു. ഇപ്പം ജിമ്മിൽ പോക്കെ അവസാനിപ്പിച്ചോളൂ. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട്, അന്ന് ബുധനാഴ്ചയായിരുന്നു, ഞാനിവിടെ വന്നിട്ട് ആ കംപ്ലീറ്റ് എക്സസൈസ് ഇവിടെ ചെയ്തു. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, അതായത് അവിടെ ചെയ്ത അതേ എക്സസൈസ് ഞാൻ ഇവിടെ ചെയ്തു. പിന്നെ കണ്ടിന്യൂസ്ലി ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്, ഇന്ന് വരെ ഞാൻ ആ എക്സസൈസ് കണ്ടിന്യൂ ചെയ്തു. ഇന്നൊക്കെ ആയപ്പോഴത്തേക്ക് ഓക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ചെയ്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ 2 ദിവസം കൊണ്ട് ഏതാണ്ട് ഞാൻ ചത്ത അവസ്ഥയിലായിരുന്നു. അപ്പം അത്രയും ഞാൻ വർക്ക് ചെയ്ത്, അതായത് പണ്ട് ഞാൻ ആദ്യമായിട്ട് നടക്കാൻ പോയപ്പോൾ ഉണ്ടായ പോലത്തെ ഒരു ക്ഷീണം, അല്ലെങ്കിൽ ഇപ്പം പള്ളിക്കാരോട് പറയുവാണെങ്കിൽ നിങ്ങൾ കുറേ നാൾ കൂടിയിട്ട് മറ്റേ ദുഃഖവെള്ളിയാഴ്ചയുടെ അന്ന് സംയുക്ത കുരിശിൻ്റെ വഴിക്ക് പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഉള്ളൊരു ക്ഷീണം ഉണ്ടല്ലോ, അതായത് നല്ല വെയിലത്ത് നടന്ന് ഏതാണ്ട് ഒരു 3-4 മണിക്കൂർ നടന്നേച്ച് തിരിച്ച് വരുമ്പോൾ ഉള്ളൊരു ക്ഷീണം ഉണ്ടല്ലോ, ആ ഒരു അടിപടലായിരുന്നു ആദ്യത്തെ ദിവസം 2ാമത്തെ ദിവസം ഞാൻ ഫീൽ ചെയ്തത്. അപ്പോൾ ആ ഒരു ഫയർ ചുമ്മാ ഒറ്റയടിക്ക് നിർത്തി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു ഇത് ജിമ്മിൽ പോയില്ലെങ്കിലും വർക്കൗട്ട് നമുക്ക് വീട്ടിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തു. അന്നും ഇവിടെ വന്ന് കണ്ടിന്യൂ ചെയ്തു. കാരണം അത്രയ്ക്ക് ബോഡി പെയിൻ ആയിരുന്നു 2 ദിവസം. അത് എല്ലാവർക്കും അറിയാം, അതൊരു വലിയ കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ വർക്കൗട്ട് എല്ലാം നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അതിനുള്ളൊരു മോട്ടിവേഷനൊക്കെ ആയി. പക്ഷേ ജിമ്മിൽ പോകാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാനിത് കുറച്ച് പേരോട് സംസാരിച്ചപ്പം കുറച്ച് പേര് പോസിറ്റീവായിട്ട് പറഞ്ഞു, ഓക്കെ സാരമില്ല, നിനക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ നീ പോകണ്ട എന്ന് പറഞ്ഞു. ബിജുവും ഓക്കെ പറഞ്ഞു. കാരണം ബിജുവിന് ഓൾറെഡി അറിയാം എനിക്ക് എൻ്റെ ബോഡി ഒന്ന് ജിമ്മിൽ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാതെ എനിക്ക് ഞാൻ അവിടെ ആ കണ്ണാടിയും കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഉള്ള കോൺഫിഡൻസ് അങ്ങ് നഷ്ടപ്പെടുവാണ്. അങ്ങനെ പിന്നെ അത് നിർത്തി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ റീസൺസ് ഉണ്ട്. അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് പിടിക്കുന്നില്ല. അവിടുത്തെ ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ഇവരുടെ മുഖത്തൊന്നും ഒരു ചിരിയും ഒന്നുമില്ല, ഒരു മനുഷ്യപ്പറ്റില്ലാത്തൊരവസ്ഥ പോലെയൊക്കെ എനിക്ക് തന്നെ ഫീൽ ചെയ്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ബിജു പറഞ്ഞു അങ്ങനെ തന്നെയാണ്, ഞാനും ആരെയും നോക്കത്തില്ല, ആരെയും സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയല്ല, എനിക്ക് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ആരോടെങ്കിലും ഒക്കെ സംസാരിക്കണം, എന്തെങ്കിലും ഒരു കണക്ഷൻ ഇടാതെ എനിക്ക് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മേ ബി ഞാനൊരു ഇൻട്രോവേർട്ട് ടൈപ്പായിട്ട് മാറുവാണെങ്കിൽ പോലും ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു എക്സ്ട്രോവേർട്ടാണ്. എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ തന്നെയാണ് ഇഷ്ടം. വീടിന് പുറത്തിറങ്ങിയാൽ എനിക്ക് ആൾക്കാരോട് സംസാരിക്കണം. എൻ്റെ വീട്ടിലോട്ട് ആരും വരുന്ന ഇഷ്ടമില്ലെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ എനിക്കത് അവിടെ ഫീൽ ചെയ്തില്ല. പിന്നെ എൻ്റെ ടൈമിങ് അല്ലെങ്കിൽ എൻ്റെ കംപ്ലീറ്റ് റൂട്ടീൻ അങ്ങ് തെറ്റിപ്പോയെന്നുള്ളതാണ്. കാരണം ഞാൻ സാധാരണ 9:30 ആകുമ്പോഴാണ് ലോഗിൻ ചെയ്യുന്നത് വർക്കിന്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ വർക്കെല്ലാം അടുക്കളയിലെ ജോലിയെല്ലാം തീർത്തിട്ട് ഞാൻ ഒരു 8:30 ആകുമ്പോൾ കയറിയിട്ട് 9:30-9:45 വരെ വർക്ക് ചെയ്തിട്ട് പിന്നെയാണ് ഞാൻ ജിമ്മിൽ പോകണത്. തിരിച്ച് വന്ന് 10:30 ഇവിടെ വന്നിട്ട് പിന്നെയും സ്ട്രെയിറ്റ് ടു നമ്മൾ ലോഗിൻ ചെയ്ത് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴായിരിക്കും കുളിക്കുന്നത്. അപ്പം കംപ്ലീറ്റ് റൂട്ടീൻ അങ്ങ് മാറിയേ. ഈ വെയിൽ എനിക്ക് ഒട്ടും പറ്റത്തില്ല. അപ്പം മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എനിക്ക് കൃത്യം ഇതുണ്ട്, രാവിലെ എണീക്കുക, എക്സസൈസ് ചെയ്യുക, അത് കഴിഞ്ഞ് അടുക്കളയിലെ ജോലി ചെയ്യുക, കുളിക്കുക, പിന്നെ നേരെ സ്ട്രെയിറ്റ് ടു വർക്ക്. പിന്നെ നമ്മൾ അതിനകത്ത് വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. പിന്നെ വൈകിട്ട് 4 മണി വരെ വർക്ക് തന്നെയാണ്. അപ്പം അതിൽ നിന്നെല്ലാം അങ്ങോട്ട് മാറി കംപ്ലീറ്റ് റൂട്ടീനും തെറ്റി, മനസ്സും വിഷമിച്ച് ആകെ ചളമായി. അപ്പം ആ ഒരു ഇതും പിന്നെ മൂഡ് സ്വിങ്സും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയി. കഴിഞ്ഞ ആഴ്ച കംപ്ലീറ്റ് ഒരു ഹെക്ടിക് പരിപാടിയായിരുന്നു. ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരാഴ്ചയായിപ്പോയി. അതിനകത്ത് ഒരു പോസിറ്റീവ് കാര്യം എന്ന് വെച്ചാൽ ജിമ്മിൽ പോയതുകൊണ്ട് ഒരു സ്റ്റാർട്ടിങ് കിട്ടി. ആദ്യത്തെ ദിവസം തന്നെ എന്നെ എടുത്തിട്ട് അങ്ങോട്ട് ഒലച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, ഓക്കെ ഇതൊക്കെ എനിക്ക് താങ്ങാൻ പറ്റും. അല്ലെങ്കിൽ എക്സസൈസ് കൊണ്ട് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി കംപ്ലീറ്റ് ഒന്ന് ഇളകി ഞാൻ ചത്ത് കുത്തി ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ തൂങ്ങിപ്പോവും. അപ്പം അങ്ങനെ ഒരു 3 ദിവസം അങ്ങനെ തന്നെ പ്രയാസം ഉണ്ടായിരുന്നു.
പക്ഷെ ഫൈബ്രോമയാൾജിയയുടെ ഒരു പ്രശ്നങ്ങളൊന്നും അങ്ങനെയല്ല. അത് ഒരു ഇൻക്ലൈൻഡ് പൊസിഷനിൽ ഞാനൊരു പരിപാടി ചെയ്തത് ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, കൈകുത്തി ചെയ്താൽ മതിയായിരുന്നു. ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് അത് കയറി പിടിച്ച് നീര് വെച്ചത് ഇന്നലെ വരെ എനിക്കത് പ്രശ്നമായിരുന്നു. പിന്നെ ചൂടൊക്കെ വെച്ച് അത്യാവശ്യം റെഡി ആയതാണ്. അല്ലാണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല പരിപാടിയായിരുന്നു. അപ്പോൾ അത് ഒരു കാര്യം. അങ്ങനെ തുടക്കത്തിൽ തന്നെ അടക്കം സംഭവിച്ച ഒരു കാര്യമാണ്. ഇനി ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഞാൻ ജിമ്മിൽ പോകുന്നത്, എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പോയിട്ട് ട്രെയിനറിനോടൊന്നും ചോദിക്കാതെ ചെയ്യാനാണെങ്കിൽ മേ ബി ഇറ്റ്സ് ഗുഡ് എന്ന് എനിക്ക് തോന്നുന്നു. അല്ല പിന്നെ പേഴ്സണൽ ട്രെയിനിങ് എടുക്കണം. പക്ഷെ എങ്കിൽ പോലും എൻ്റെ ബോഡീനെ പറ്റി എനിക്ക് ഭയങ്കര ഒരു അവയർനെസ് ഉണ്ട് ജിമ്മിൽ പോകുമ്പോൾ. അതെനിക്ക് പുറത്ത് പോകുമ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഭയങ്കര ലൂസായിട്ടാണ് ഞാൻ തയ്ക്കുന്നത്. പിന്നെ കുറച്ച് ടൈറ്റായിട്ടിരുന്നാൽ എനിക്ക് ആൾക്കാരെന്ത് വിചാരിക്കും, അങ്ങനെ വിചാരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആളാണെങ്കിൽ പോലും എനിക്ക് ചില കാര്യങ്ങളിലൊക്കെ ഇതുപോലത്തെ വിചാരങ്ങളുണ്ട്. സോ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഒന്ന് അത് കഴിഞ്ഞു. മൂഡ് സ്വിങ്സിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെന്താ, പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ ഓഫീസിൽ അത്യാവശ്യം നല്ല പ്രഷർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ കൂടെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അത് വേറൊരു വിഷയമാണ്. അത് പോട്ടെ, നോക്കട്ടെ എങ്ങനെ വരുമെന്ന് നോക്കട്ടെ. എനിവേ അപ്പം അങ്ങനെ പോകുന്നു. ഇതിനിടയ്ക്ക് ഇങ്ങനെ കുറേ പേര് തയ്ക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ പേര് തയ്ക്കാനായിട്ടും പിന്നെ എംബ്രോയിഡറി ചെയ്യാനായിട്ടൊക്കെ ആയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്തതാണ്. അതുപോലെ ഇങ്ങനെ എല്ലായിടത്തും ഞാൻ സ്റ്റോപ്പ് ചെയ്തെന്നാണ് ഇട്ടേക്കുന്നത്. നമ്പറൊക്കെ എടുത്ത് മാറ്റി. നിങ്ങൾക്ക് ഈ നമ്പർ എവിടെ കിട്ടി? അത് ഇന്നയാൾ പറഞ്ഞിട്ടാണ് ഈ നമ്പർ വന്നതെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വിളി വരുന്നുണ്ട്. ഇപ്പം ഇപ്പോൾ പ്രത്യേകിച്ച് അത്യാവശ്യങ്ങളും എല്ലാം ഉണ്ട്. ഓണമൊക്കെ കഴിഞ്ഞല്ലോ, പിന്നെ എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ കുറേ ആയിട്ട് വിളികൾ കൂടിയിട്ടുണ്ട്. എംബ്രോയിഡറി ചെയ്ത് കൊടുക്കുമെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അതൊന്നും നടക്കുന്ന കാര്യമല്ല. എൻ്റെ പിള്ളേർക്ക് തന്നെ എനിക്ക് തയ്ക്കാൻ സമയമില്ല. പിന്നെ എൻ്റെ ഡ്രസ്സ് വാങ്ങിച്ചു വെച്ച് തന്നെ എനിക്ക് ചെയ്യാനായിട്ട് വരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി ഈ 2 ദിവസം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച കാര്യങ്ങളെല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല സംഭവിച്ചത്. ജിമ്മിൽ പോകാൻ ഒരു ശ്രമം നടത്തി പാളിപ്പോയി എന്നുള്ളത് മാത്രമാണ്. അതിനെ ആരെയും കുറ്റം പറയാനില്ല, ജിമ്മുകാരെയും കുറ്റം പറയാനില്ല. എൻ്റെ ഒരു മൈൻഡ് സെറ്റാണ്. എനിക്ക് തന്നെ എൻ്റെ ബോഡി കംഫർട്ടബിൾ അല്ല അങ്ങനെ ഒരു വേഷത്തിൽ വേറെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പോലും വർക്കൗട്ട് ചെയ്യുമ്പം ഈവൻ ബിജുവോ വേറെ ആരും കാണുന്നത് എനിക്ക് ഇഷ്ടമില്ല. കാണുമ്പോൾ തന്നെ ഞാൻ ചെയ്യുന്ന തെറ്റാണോ, അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും കളിയാക്കോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്ത മനസ്സിലുണ്ടേ. അപ്പോൾ അത് ഇപ്പോൾ ഓപ്പൺ എയറിൽ എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ്. അപ്പം ഞാൻ കുറച്ചും കൂടെ ഫിറ്റായിട്ട് വേണമെങ്കിൽ ചിലപ്പോൾ ജിമ്മിൽ പോകുമായിരിക്കും. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം എനിക്ക് എൻ്റെ കംഫർട്ട് ആ ഒരു റൂട്ടീനെല്ലാം തെറ്റിച്ച് ഈ വെയിലത്ത് പോകുക അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. പിന്നെ ജിം എനിക്ക് ഒട്ടുമേ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. സോ എൻ്റെ പൈസ പോയി, അത്രേ ഉള്ളൂ. അപ്പോൾ അതും പിന്നെ വേറെ എന്താ, ഇനി ഈ 2 ദിവസം കൊണ്ട് അത്യാവശ്യം കാം ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. നടക്കുമോ എന്നറിയത്തില്ല. അപ്പോൾ വേറെ വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണ ശനി ഞായറും ഇരുന്ന് വീഡിയോ ചെയ്തിട്ട് അടുപ്പിച്ചങ്ങോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് ഈ ഇട ദിവസങ്ങളിലൊന്നും വീഡിയോ ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല. ഇട ദിവസം സമയം കിട്ടി വെച്ചിട്ട് തയ്ക്കണമെന്ന് വിചാരിച്ചിട്ട് അതുമൂലം നടക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ജസ്റ്റ് ഞാനൊരു സൗണ്ടിങ് ബോർഡ് പോലെ ആണ് കരുതുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിനെ. കുറേ പേരായിട്ട് കണക്ട് ചെയ്യാം, കുറേ പേർക്ക് എന്നെ കണക്ട് ചെയ്യാം, റിലേറ്റ് ചെയ്യാം. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഐ ആം ഇൻ മൈ 40s. എത്ര വയസ്സായി? 82 ബോണാണ്. അപ്പോൾ ആ ഒരു ഏജ് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക. നിങ്ങൾക്കും ഇതുപോലത്തെ ഈ മറ്റേ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്താ സംഭവം ഇത്? അപ്പോൾ ചിലപ്പോൾ ഇനി പ്രീ മെനോപോസ് സിംറ്റം ആണോ എന്ന് ചോദിക്കുന്നുണ്ട്, മിഡ് ലൈഫ് ക്രൈസിസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഞാനും കുറേ റിസർച്ചൊക്കെ ചെയ്ത് നോക്കി. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും ഹോട്ട് ഫ്ലാഷസ് ഒന്നും ഇല്ല. സോ എനിക്ക് അറിയില്ല അതാ പ്രീ മെനോപോസ് സിംറ്റംസ് ആണോ അതൊന്നും എനിക്കറിയത്തില്ല. ബട്ട് മൊത്തം ഒരു വൃത്തികെട്ട അനുഭവമാണ്. കാരണം എൻ്റെ മനസ്സിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. മിക്കവാറും വല്ല ഗുളികയും കഴിക്കേണ്ടി വരുമെന്നാ തോന്നുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ നമുക്ക് കാണാം. ബൈ.